നമസ്കാരം. റാഫ് ടോക്ക് പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. റോഡ് ടു വേൾഡ് കപ്പ് വീഡിയോ സീരീസിന് നിങ്ങൾ നൽകുന്ന പിന്തുണക്ക് വലിയ നന്ദിയുണ്ട്. വേൾഡ് കപ്പിൻ്റെ ആവേശം ഇപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ നുറഞ്ഞു പൊങ്ങി തുടങ്ങിയല്ലോ. എൻ്റെ നാട്ടിലൊക്കെ ഫ്ലക്സൊക്കെ ആയിട്ടുണ്ട്. നിങ്ങളുടെ നാടുകളിൽ അങ്ങനെ ഫ്ലക്സും മറ്റ് കൊടിതോരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക മാത്രമല്ല, നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് ഓപ്പണാണ്. നിങ്ങൾക്ക് അതിൽ പോസ്റ്റ് ചെയ്യാം. ചില സുഹൃത്തുക്കളൊക്കെ വളരെ നല്ല രൂപത്തിൽ കമ്മ്യൂണിറ്റി ടാബ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നെയ്മർ ജൂനിയറുടെ പരിക്കുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അതായത് ഇതിലെന്താണ് ശരിക്കും സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തത നമുക്ക് വരുത്തേണ്ടതുണ്ട്. ഇനി നെയ്മറുടെ ഭാവി എന്താണ്, വേൾഡ് കപ്പ് സ്ക്വാഡിൽ നെയ്മർ ഉണ്ടാകുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പം അതിൽ ബ്രസീലിൽ ഇപ്പോൾ ഉള്ളൊരു ചർച്ച എന്താണെന്ന് വെച്ചാൽ, സാൻഡോസ് ക്ലബ്ബ് അതിൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും നെയ്മറും എല്ലാം ചേർന്നുകൊണ്ട് കോച്ച് കാർലോ ആഞ്ചലോട്ടിയെയും അതുപോലെ ബ്രസീലിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫിനെയും പറ്റിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളാണ് അധികം വരുന്നത്. ഈ വാർത്ത മുറുകിയപ്പോഴാണ് ഇന്നലെ സാൻഡോസ് പ്രത്യേകം സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത്. നെയ്മറുടെ പരിക്കിൻ്റെ വിഷയത്തിൽ ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മളിതിൻ്റെ എല്ലാ വശങ്ങളും ഒന്ന് പരിശോധിക്കുകയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ സാൻഡോസിൻ്റെ കളി മുതലാണ്. സാൻഡോസിന് വേണ്ടി നെയ്മർ ജൂനിയർ കളിച്ചുകൊണ്ടിരിക്കവെയാണല്ലോ ആ ഒരു കാഫിന് പ്രശ്നമുണ്ട്. ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ ഉണ്ടായ കളി നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കോർട്ടിബയ്ക്കെതിരെയുള്ള കളിയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അതിലാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ വിഷയം ഉണ്ടായത്. നെയ്മറെ അല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്, പക്ഷേ നെയ്മറെ റഫറി നെയ്മറുടെ നമ്പർ കാണിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായ സംഭവം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ആ കളിയിലാണ് നെയ്മർക്ക് കാഫിനൊരു നോക്ക് കിട്ടുകയും അത് ഒരു പ്രശ്നമാണ് എന്നുള്ള വാർത്ത പിന്നീട് വരികയും ചെയ്തത്. എന്നാൽ അന്ന് സാൻഡോസിൻ്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും മറ്റുമൊക്കെ പറയും അതൊരു എഡിമ മാത്രമാണ്. എഡിമ എന്ന് പറഞ്ഞാൽ ഒരു വീക്കം, ചെറിയ വീക്കം മാത്രമാണ്, അല്ലാതെ മറ്റ് മസിൽ ഇഷ്യൂസ് ഒന്നുമില്ല. 3-4 ദിവസം കൊണ്ടത് ശരിയാകും. വേണമെങ്കിൽ നെയ്മർക്ക് ബ്രസീൽ ടീമിൻ്റെ കോളപ്പിന് തൊട്ട് മുമ്പുള്ള, കോളപ്പിനല്ല, നമ്മുടെ ഈ ടീം പ്രസൻറ്റേഷന് തൊട്ട് മുമ്പുള്ള കുയൻക്കെതിരെയുള്ള സാൻഡോസിൻ്റെ കളി പോലും കളിക്കാം, അപ്പോഴേക്കും അദ്ദേഹം ഫിറ്റാവും എന്ന തരത്തിലാണ് സാൻഡോസ് വാർത്ത കൊടുത്തത്. അപ്പോൾ ഇതിൽ റിപ്പോർട്ട് കൊടുത്തത്. പക്ഷേ ഇതിൽ നിങ്ങൾക്കറിയാലോ, വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് നെയ്മറോട് CBFൻ്റെ ടെക്നിക്കൽ സ്റ്റാഫ്, ആഞ്ചലോട്ടിയുടെ സ്റ്റാഫ് സംസാരിച്ചിട്ടുണ്ട്. ഈ വീഡിയോ കോളിലായിരുന്നു. ആ വാർത്ത നമ്മൾ ചെയ്തപ്പോൾ ചില സുഹൃത്തുക്കൾ നിന്നോട് പറഞ്ഞിട്ടാണോ വിളിച്ചതെന്നൊക്കെ കമൻ്റ് ഇടുന്നത് കണ്ടിരുന്നു. ഇന്നലെ അത് റോഡ്രിഗോ കെയ്റ്റാനോ സ്ഥിരീകരിക്കുന്ന കാഴ്ചകൾ കണ്ടില്ലേ? അങ്ങനെ കോൾ ചെയ്തിരുന്നു, സംസാരിച്ചിരുന്നു എന്നൊക്കെ. ആ സംസാരത്തിൽ നിന്ന് നെയ്മർ എന്തിനും തയ്യാറാണ്, ക്യാപ്റ്റൻ ആവണമെന്നില്ല, ബെഞ്ചിലിരിക്കാൻ തയ്യാറാണ്, സ്ക്വാഡിലൊന്ന് ഉൾപ്പെടുത്തിയാൽ മതി, വേൾഡ് കപ്പ് കളിക്കാൻ അത്രയും ആഗ്രഹമുണ്ട്, എന്തിനും തയ്യാറാണ്, ദേശീയ ടീമിനെ സഹായിക്കലാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ നെയ്മർ സംസാരിച്ചപ്പോൾ ആഞ്ചലോട്ടി അതിൽ വളരെ ഇമ്പ്രസ്ഡായി. അങ്ങനെയാണ് നെയ്മർ എടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ കോളപ്പിൻ്റെ തൊട്ട് മുമ്പും നെയ്മറുടെ പരിക്ക് ഒരു വിഷയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ സാൻഡോസിൽ നിന്ന് റിപ്പോർട്ട് തേടി നെയ്മറുടെ പരിക്കിൻ്റെ വിഷയങ്ങൾ എന്താണ് എന്നറിയാൻ വേണ്ടി കോളപ്പിൻ്റെ അന്ന് ഉച്ചയ്ക്ക് വരെ കോൺടാക്ട് ചെയ്ത് റിപ്പോർട്ട് എടുത്തു. അപ്പോൾ ആ റിപ്പോർട്ട് പറയുന്നതൊരു വിഷയമുള്ള പരിക്കല്ല, ചെറിയൊരു എഡിമ മാത്രമാണ്, 4-5 ദിവസം കൊണ്ട് ആൾ ഓക്കെ ആവും, വേൾഡ് കപ്പ് ടീമിനെ പ്രസൻറ്റ് ചെയ്യുന്ന 27-ാം തീയതി ആകുമ്പോഴേക്കും നെയ്മർ ഓക്കെ ആവും എന്നാണ് സാൻഡോസ് കൊടുത്ത റിപ്പോർട്ട്. ഓക്കെ, ആഞ്ചലോട്ടി അത് വിശ്വസിക്കുന്നു, സ്ക്വാഡിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്നു. പിന്നെ വരുന്ന റിപ്പോർട്ടുകളൊക്കെ എന്താണ്, നെയ്മറുടെ എഡിമ അത്ര എളുപ്പത്തിൽ മാറുന്ന എല്ലാ പ്രശ്നമാണെന്നൊക്കെയാണ്. എന്തോ ആട്ടെ, അതിനുശേഷം 27-ാം തീയതി നെയ്മർ ഇൻ സ്റ്റൈൽ തൻ്റെ ഹെലികോപ്റ്ററിൽ സാൻഡോസിൽ നിന്ന് പറന്ന് ബ്രസീലിലെ ടെർസാപോളിസിലെ ഗ്രഞ്ച കമോഴി ട്രെയിനിങ് സെൻറ്ററിൽ ലാൻഡ് ചെയ്യുന്നു. അന്ന് ബ്രസീൽ ടീമിൻ്റെ അസംബ്ലിംഗ് ദിവസമാണ്. താരങ്ങളെയൊക്കെ ഈ മെഡിക്കൽ ടെസ്റ്റിനൊക്കെ വിധേയമാക്കുന്ന ദിവസമാണ്. നെയ്മർ പ്രത്യേകം മെഡിക്കൽ ടെസ്റ്റിന് വിധേയമാക്കി. ആ വിധേയമാക്കിയതിൻ്റെ ഡീറ്റെയിൽസ് മാധ്യമങ്ങൾ പിന്നെ പുറത്തുവിട്ടു. അതായത് ടെർസാപോളിസിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ലിനിക്കിലാണ് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് നടത്തുന്നത്. ഈ ടെസ്റ്റ് നടത്തുന്ന ക്ലിനിക്കുകാരോട് CBF ഒരു എഗ്രിമെൻ്റ് വെച്ചു, കംപ്ലീറ്റ്ലി പ്രൈവറ്റ് ആയിരിക്കും, സീക്രട്ട് ആയിരിക്കും, ഇതിൻ്റെ റിസൾട്ട് ഒരിക്കലും പുറത്തുവിടില്ല എന്ന്.
സാധാരണ വൈകുന്നേരം 7 മണി വരെ പ്രവർത്തിക്കുന്ന ക്ലിനിക്ക് അന്ന് 4 മണിയോടുകൂടി പബ്ലിക്കിന് അനുവാദമില്ലാത്ത രൂപത്തിൽ ക്ലോസ് ചെയ്തു. പിന്നെ നെയ്മർ എത്തുന്നു, അവിടെ അദ്ദേഹത്തിന് ടെസ്റ്റ് നടത്തുന്നു. ഇത് നടക്കുന്ന 27-ാം തീയതിയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം CBFും മറ്റുള്ളവരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നെയ്മർ ആ ക്ലിനിക്കിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കുന്നതും അദ്ദേഹം ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും ഒക്കെ വീഡിയോ പകർത്തിയിട്ട് മാധ്യമങ്ങൾ പുറത്തുവിട്ടു. റോഡ്രിഗോ ലാസ്പർ അങ്ങോട്ടെത്തി നെയ്മറോട് സംസാരിക്കുന്നു. നെയ്മർ ജൂനിയർ ഡിജക്റ്റഡ് ആയിട്ട് ഉള്ള ബോഡി ലാംഗ്വേജ് നിൽക്കുന്നു. പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. അന്ന് തന്നെ വാർത്ത അങ്ങ് വരുന്നു. അപ്പോഴും പക്ഷേ CBFോ മറ്റോ ഒന്നും പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ ആളുകൾ ആഘോഷത്തിലായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ നെയ്മർ ആരാധകർ. നെയ്മർ അവിടെ എത്തിയ സമയത്ത് ആഞ്ചലോട്ടി കൈ കൊടുത്ത് ഹഗ് ചെയ്യുന്നു. അത് മനോഹരമായ മൊമെൻറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുവരെ ആഞ്ചലോട്ടിയെ തെറി വിളിച്ചിരുന്ന ആളുകളൊക്കെ നേരെ തിരിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഈ ഘട്ടത്തിലാണ് ഇങ്ങനെ കുറേ വാർത്ത ബ്രസീലിയൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. അദ്ദേഹത്തിന് പരിക്കുണ്ട്, അത്ര സിമ്പിളല്ല കാര്യങ്ങളെന്ന്. അപ്പോൾ അതിങ്ങനെ എയറിൽ നിൽക്കുന്ന സമയത്ത് ഇന്നലെ വീണ്ടും വിശദമായിട്ടുള്ള ടെസ്റ്റ് നടത്തി കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഒരു റിസൾട്ട് കിട്ടി. റോഡ്രിഗോ ലാസ്മർ തന്നെ ഇന്നലെ മാധ്യമങ്ങൾ കണ്ടു. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സാധാരണ ബ്രസീൽ ടീമിൻ്റെ ഡോക്ടറൊന്നും വന്ന് അങ്ങനെ മാധ്യമങ്ങളെ കാണാറില്ലല്ലോ. ഇന്നലത്തെ സംസാരത്തിൽ കാസമിറോ, ബെവേർട്ടൻ എന്നീ താരങ്ങളെ കൂടാതെ ഡോക്ടർ റോഡ്രിഗോ ലാസ്മർ തന്നെ പത്രസമ്മേളനത്തിനെത്തി. അദ്ദേഹം അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞു, നെയ്മർ ജൂനിയറുടെ പരിക്ക് വെറും ഒരു എഡിമയല്ല, ഒരു വീക്കമല്ല, നീർവീക്കമല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ കാഫിന് ഗ്രേഡ് 2 മസിൽ ഇഞ്ചുറി ഉണ്ട്. അത് ഭേദമാവാൻ 2 ആഴ്ച മിനിമം 2 to 3 വീക്സ് ആവശ്യമുണ്ട്. നെയ്മറെ വരും ദിവസങ്ങളിൽ ഇവാലുവേറ്റ് ചെയ്യും. ഇതാണ് റോഡ്രിഗോ ലാസ്മർ പറഞ്ഞത്. അപ്പോൾ പിന്നെ സംശയങ്ങൾക്കിടയില്ല. ഇനിയും നെയ്മർക്ക് പരിക്കുണ്ടെന്ന് വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ അങ്ങനെ നടക്കാനേ മാർഗമുള്ളൂ. കാരണം ബ്രസീൽ ടീമിൻ്റെ ഡോക്ടർ റോഡ്രിഗോ ലാസ്മറാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. CBFിൻ്റെ ഡോക്ടർ. ലാസ്മറെ ബ്രസീൽ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഒരു 10 കാലമായിട്ട് ബ്രസീൽ ടീമിൻ്റെ കൂടെ അദ്ദേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ പിതാവ് ബ്രസീൽ ടീമിൻ്റെ ഡോക്ടറായിരുന്നല്ലോ. അന്ന് തന്നെ ഇങ്ങനെ ക്യാമ്പിലൊക്കെ പോകുന്ന ഒരാളാണ്. കുഞ്ഞായപ്പോൾ, വലുതായപ്പോൾ അദ്ദേഹം ബ്രസീലിൽ പ്രശസ്തനായിട്ടുള്ള ഡോക്ടറായിട്ട് വളർന്നു. അദ്ദേഹം പിന്നെ ദേശീയ ടീമിൻ്റെ സ്റ്റാഫായിട്ട് മാറി. എന്ന് പറഞ്ഞാൽ നെയ്മർക്ക് 2018 വേൾഡ് കപ്പിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കാൽപാദത്തിൽ 5th മെറ്റാടാർസലിന് ഇഞ്ചുറി പറ്റിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട? നമുക്ക് തരുണാസ്ഥി എന്നെന്തോ ആണ് മലയാളത്തിൽ പറയാൻ തോന്നുന്നു. അങ്ങനെ പരിക്ക് പറ്റി. വേൾഡ് കപ്പ് കളിക്കില്ല എന്ന് എല്ലാവരും വിധി എഴുതി. നെയ്മർക്ക് പക്ഷേ വിശ്വാസം പകർന്നത് റോഡ്രിഗോ ലാസ്മറാണ്. ലാസ്മർ പറഞ്ഞു, ഞാൻ ട്രീറ്റ് ചെയ്യാം, വേൾഡ് കപ്പിന് നിന്നെ ഞാൻ സജ്ജനാക്കുന്നു. അങ്ങനെ ആ വേൾഡ് കപ്പിന് നെയ്മർ ജൂനിയറെ സജ്ജനാക്കി ഇറക്കി റോഡ്രിഗോ ലാസ്മർ. അന്ന് ഒരു ഗോൾ അടിച്ചിട്ട് നേരെ ഓടിച്ചെന്ന് റോഡ്രിഗോ ലാസ്മറെ ഹഗ് ചെയ്യുന്നൊരു നെയ്മറുണ്ട്. ഇതൊക്കെ ഇത്ര വിശദമായിട്ട് പറഞ്ഞാൽ ലാസ്മർ ആരാന്നറിയാത്ത കുറേ ആളുകളുണ്ട്. ലാസ്മറൊക്കെ തെറി പറയാം. നെയ്മർക്ക് പരിക്കാണെന്ന് ഇന്നലെ അദ്ദേഹം സ്ഥിരീകരിച്ചതിൻ്റെ പേരിൽ. അപ്പോൾ അവരോടാണ് പറയുന്നത്, ലാസ്മർ നിങ്ങൾ വിചാരിച്ച ആളല്ല കേട്ടോ, അത് റേഞ്ച് വേറെയാണ്, വല്ലാത്തൊരു മനുഷ്യനാണ്. ആ റോഡ്രിഗോ ലാസ്മർ ഇന്നലെ വന്നിട്ട് പറയുന്നു നെയ്മർക്ക് ഗ്രേഡ് 2 ഇഞ്ചുറിയാണ് എന്ന്. ഇനി അതല്ലെന്നേ, നെയ്മർക്ക് അദ്ദേഹം അൽഹിലാലിൻ്റെ താരമായ സമയത്ത് ബ്രസീൽ ടീമിന് വേണ്ടി കളിക്കുന്നതിനിടയ്ക്ക് കാൽമുട്ടിന് പരിക്ക് പറ്റിയല്ലോ. ആ സമയത്തും അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ്റെ ഒക്കെ നിയന്ത്രണം ഏറ്റെടുത്തത് റോഡ്രിഗോ ലാസ്മർ ആയിരുന്നു. നെയ്മർക്ക് അത്രയും വിശ്വാസമുള്ള ഡോക്ടറാണ് CBFിൻ്റെ ഡോക്ടർ ലാസ്മർ. ആ ലാസ്മർ പറയുന്നു അദ്ദേഹത്തിന് ഇത്ര ദിവസം പുറത്തിരിക്കേണ്ടി വരും. സംശയങ്ങളിൽ അദ്ദേഹം പുറത്തിരിക്കണം, അത് തന്നെ. അപ്പോൾ പിന്നെയുള്ള സംശയം എന്താണെന്നറിയോ? ഈ ലാസ്മർ പറയുന്ന 3 ആഴ്ച അതെപ്പോഴാണ്? അതിപ്പോൾ ഓൾറെഡി കഴിഞ്ഞ 17-ാം തീയതി മുതൽ ആരംഭിച്ചതല്ലേ? ഇപ്പോൾ 10 ദിവസം കഴിഞ്ഞില്ലേ, ഇനി 4 ദിവസം കൂടിയല്ലേ അതിന് ബാക്കിയുള്ളൂ എന്നുള്ളൊരു ചോദ്യം ചിലർ ഇവിടെ ഉയർത്തുന്നുണ്ട്. എന്നാൽ ഇന്ന് ലൂക്കാസ് മൊസെറ്റി കൺഫേം ചെയ്യുന്നൊരു കാര്യമുണ്ട്. ലാസ്മറുമായിട്ട് സംസാരിച്ച രൂപത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരു സോഴ്സിൽ നിന്ന് എടുത്ത് വിവരം അദ്ദേഹം പറയുന്നുണ്ട്. അല്ല, അത് വെച്ചിട്ടല്ല ലാസ്മർ ഇന്നലെ പറഞ്ഞ 14 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ച മാക്സിമം 3 ആഴ്ച എന്ന് പറഞ്ഞത്. പറഞ്ഞിരിക്കുന്നത് ഇന്നലെ മുതലുള്ള കാര്യമാണെന്നാണ്. ക്ലിയർ ആയല്ലോ? അവിടെയാണ് സാൻഡോസ് ഇന്നലെ ഇറക്കിയ
ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ശരിക്കൊന്ന് വായിക്കേണ്ടത്. അതിൽ സാൻഡോസ് പറയുന്നുണ്ട്, നെയ്മറുടെ പരിക്കിൻ്റെ വിഷയത്തിൽ ഞങ്ങൾ കൃത്യമായിട്ട് തന്നെയാണ് അസസ് ചെയ്തത്, ഇതിൽ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ പരിക്ക് ഭേദമാവുക എന്നൊക്കെ പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽസിനും ഓരോ രൂപത്തിലാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയത് എല്ലാം ഉണ്ട്. അത് കൂടുതൽ വിശദീകരിക്കാതെ തന്നെ എന്താണ് സാൻഡോസ് ശ്രമിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ലാസ്മർ ഈ പറഞ്ഞ പോലെ ഇനിയും ദിവസങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നെയ്മർക്ക് തീർച്ചയായിട്ടും പനാമക്കെതിരെ ജൂൺ 1 നടക്കുന്ന ഫ്രണ്ട്ലി മത്സരം നഷ്ടമാകും. ജൂൺ 1 അവിടെ മെയ് 31 നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോഴാണ് ജൂൺ 1 അത് കഴിഞ്ഞ് ഈജിപ്തിനെതിരെയുള്ള ബ്രസീലിൻ്റെ ഫ്രണ്ട്ലി മത്സരവും നഷ്ടമാകും. അത് കഴിഞ്ഞ് ഈ മാസം 13 ബ്രസീലിൻ്റെ വേൾഡ് കപ്പിലെ ആദ്യ മത്സരം, ഇന്ത്യൻ സമയം 14 പുലർച്ചെയാണെന്ന് തോന്നുന്നു. മൊറോക്കോക്കെതിരെയാണ് ആ കളി. ആ കളിക്ക് നെയ്മർ ജൂനിയർ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ഹെയ്ത്തിക്കെതിരെയുള്ള 2ാം കളിയാകുമ്പോഴേക്കും നെയ്മർ ഫിറ്റായേക്കും എന്നാണ് വിവരം. ഇനി ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പരിക്കിൽ ഇങ്ങനെ നിൽക്കുന്ന നെയ്മർ ജൂനിയറെ റിലീസ് ചെയ്തുകൂടെ? എന്തിനാണ് ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുന്ന CBF എന്ന ചോദ്യമുണ്ടല്ലോ. കാരണം വേറെ കുറേ താരങ്ങൾ അവിടെ ഉണ്ട്. ജാവോ പെഡ്രോ അങ്ങനെയൊക്കെയുള്ള കളിക്കാർ പുറത്തിരിക്കുകയാണ്. ഇന്നലെ കണ്ടില്ലേ നിങ്ങൾ, നെയ്മറെ പ്രൊവോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില ചാൻറ്റുകൾ ഒക്കെ നടക്കുന്നത്. അതായത് എന്താ പറയുന്നതെന്നറിയോ? ക്രുസൈറോയുടെ ആരാധകരുടെ ചാൻറ്റ് മാത്യൂസ് പെരീര ഈസ് ബെറ്റർ ദാൻ നെയ്മർ എന്ന്. അങ്ങനെയൊക്കെ ഇത് ബ്രസീലിൽ നടക്കുന്ന കാര്യമാണ്, അല്ലാതെ ഇവിടെ നടക്കുന്ന നമ്മുടെ ഏതെങ്കിലും പേജുകളിലൊക്കെ വരുന്ന കാര്യങ്ങൾ വായിച്ചിട്ട് പറയുന്നതല്ല. ബ്രസീലിൽ നടക്കുന്നതാണ്. മാത്യൂസ് പെരീര ഈസ് ബെറ്റർ ദാൻ യു എന്ന് നെയ്മർ ഗോ എഫ് ചേർത്ത് പറയുന്നു. എന്നിട്ട് എഫ് ചേർത്തിട്ട് യുവർ സെൽഫ്. എന്നിട്ട് അടുത്ത വരി എന്താണെന്ന് പറയുക? മാത്യൂസ് പെരീര ഈസ് ബെറ്റർ ദാൻ യു എന്നാണ്. അത് ക്രൂസൈറോയുടെ ഫാൻസ് വിളിക്കുന്നതാണ്. പരിക്ക് വെച്ചിട്ട് കളിയാക്കുന്നതൊക്കെയാണ്. ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം. ഒരാൾക്ക് പരിക്ക് പറ്റുക എന്നുള്ളത് ആഘോഷിക്കുക, കളിയാക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ലാത്ത ആൾ. കാരണം ആർക്കും പറ്റാം പരിക്കും കാര്യങ്ങളൊക്കെ. ഏതായാലും പറഞ്ഞു വരുന്നത്, പരിക്കേറ്റൊരു താരത്തെ ഇങ്ങനെ സ്ക്വാഡിൽ ഇങ്ങനെ കൊണ്ട് നടക്കേണ്ടതുണ്ടോ ചോദ്യമാണ്. പക്ഷേ ഇത് നെയ്മർ ആയതുകൊണ്ട് അതിന് പല വശങ്ങളുണ്ട്. നെയ്മറുടെ ടാലൻറ്റ് ആർക്കും കണ്ടില്ലെന്നടിക്കാൻ പറ്റില്ല. നെയ്മർ ദേശീയ ടീമിന് വേണ്ടി അടിച്ചുകൂട്ടിയ ഗോളുകൾ അത് അനിഷേധ്യമായിട്ടുള്ളൊരു പ്രൂഫായിട്ട് അദ്ദേഹത്തിൻ്റെ മികവിന് അവിടെ നിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത് കച്ചവടം കൂടിയാണ്. എന്താ കച്ചവടം അല്ലാത്ത? എല്ലാം കച്ചവടമാണ്. നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് അടക്കം കച്ചവടമാണ്. സോ ബിസിനസ് ഒരു മോശം കാര്യമല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ചിലരുണ്ടാക്കിയിട്ടുണ്ട്. ക്യാഷ് ഉണ്ടാക്കുക, ബിസിനസ് നടത്തുക പറഞ്ഞാൽ എന്തോ വലിയ പാതകമാണ്. അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ട ഒരു ഐഡിയോളജിക്കൽ വിഷയമാണ്. ഫിഫ നടത്തുന്ന വലിയ മാമാങ്കം, വലിയ ബിസിനസ്സാണ് വേൾഡ് കപ്പ്. അതിൽ ഐക്കണുകൾ ഉണ്ടാകുമ്പോഴാണ് അതിൻ്റെ ബ്രാൻഡ് വാല്യൂ കൂടുകയുള്ളൂ. അതുകൊണ്ട് നെയ്മർ ഉണ്ടാവണം എന്നുള്ളത് CBFൻ്റെ കൂടി ആവശ്യമാണ്. അപ്പോൾ നെയ്മറെ അങ്ങനെ കട്ട് ചെയ്യാൻ പറ്റൂല സ്ക്വാഡിൽ. പക്ഷേ നെയ്മർ ജൂനിയറെ ജൂൺ 12 ഒരിക്കൽ കൂടി വിശദമായിട്ട് അസസ് ചെയ്യും അദ്ദേഹത്തിൻ്റെ പരിക്കിൻ്റെ വിഷയങ്ങൾ. അങ്ങനെ അസസ് ചെയ്തിട്ട് അന്ന് അദ്ദേഹം ഫിറ്റാണെങ്കിൽ, ഈ ദിവസങ്ങളുണ്ടല്ലോ 10-14 ദിവസം കഴിയുമ്പോഴേക്കും 10-15 ദിവസത്തിലധികമാവും. അന്ന് അദ്ദേഹം ഫിറ്റാണെങ്കിൽ അദ്ദേഹം സ്ക്വാഡിൽ ഉണ്ടാവും, തുടരും. ഇനി അന്ന് അദ്ദേഹം ഫിറ്റ് അല്ലെങ്കിൽ സ്ക്വാഡിൽ നിന്ന് റിലീസ് ചെയ്തേക്കുമെന്നാണ് ബ്രസീലിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഫിഫയുടെ ഒരു റൂളാണ്. ആ റൂൾ എന്താണ്? ഒരു താരത്തിന് പരിക്ക് പറ്റി അദ്ദേഹത്തെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ നിന്ന് റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്യാനുള്ള അവസാന സമയം എന്ന് പറയുന്നത് ആ ടീമിൻ്റെ വേൾഡ് കപ്പിലെ ആദ്യ മത്സരത്തിൻ്റെ 24 മണിക്കൂർ മുമ്പാണ്. അപ്പോഴാണ് ജൂൺ 13 മൊറോക്കോക്കെതിരെ ആദ്യ മത്സരം കളിക്കുന്ന ബ്രസീലിന് ടീമിലെ താരങ്ങളെ റീപ്ലേസ് ചെയ്യാനുള്ള അവസാന സമയം എന്ന് പറഞ്ഞാൽ ജൂൺ 12. ആ സമയത്തൊരു പക്ഷേ അസസ് ചെയ്ത് നെയ്മർ ഓക്കെ ആണെങ്കിൽ സ്ക്വാഡ് തുടരും. ഇനി അതല്ല, പിന്നെ അദ്ദേഹത്തെ കണ്ടിന്യൂ ചെയ്യിച്ച് പരിക്കാണെങ്കിൽ പിന്നെ റീപ്ലേസ്മെൻ്റ് ഒന്നും സാധിക്കില്ല എന്ന കാര്യം കൂടി നോക്കണം. അപ്പോൾ അവിടെയാണ് ആ ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അത് തന്നെയാണ് ആഞ്ചലോട്ടിയും സംഘവും ചെയ്യാനും പോകുന്നത്. ഈ സംഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്. ബ്രസീലിനെ വർഷങ്ങളായിട്ട് പിന്തുടരുന്ന ആളുകൾക്ക് അത് ഓർമ്മയുണ്ടാകും. 1998 വേൾഡ് കപ്പ്, 94 വേൾഡ് കപ്പിൽ ടീമിനെ കിരീടത്തിലേക്ക് കൊണ്ടുപോയ ആൾ റൊബാരിയോ.
ആ റൊമാരിയോയും അന്നത്തെ 98 വരുമ്പോൾ ലോക ഫുട്ബോളറായി മിന്നിത്തിളങ്ങി നിൽക്കുന്ന റൊണാൾഡോയും, ഒറിജിനൽ റൊണാൾഡോ എന്ന് നമ്മളൊക്കെ പറയുന്ന R9, ആ റൊണാൾഡോയും റൊമാരിയോയും ചേർന്നുള്ളൊരു റോ സഖ്യമുണ്ട്. ലോക ഫുട്ബോളിലെ ഏത് കൊടികെട്ടിയ ഡിഫൻസിനെയും വെണ്ണയിൽ കത്തിച്ചാൽ എന്ന വണ്ണം അങ്ങ് കടന്നു കയറുന്ന ഒരു മുന്നേറ്റ നിരയായിരുന്നു, സഖ്യമായിരുന്നു അത്. ആ സഖ്യം 98 വേൾഡ് കപ്പ് പിടിച്ചടക്കുമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ റൊമാരിയോയെ ഇതേപോലെ സ്കൂളിലെടുത്തു. മരിയ സഗോല കോച്ച് അവസാനം ഡ്രോപ്പ് ചെയ്തു. കളിക്ക് തൊട്ട് മുമ്പ് ഡ്രോപ്പ് ചെയ്യുന്നൊരവസ്ഥ. അദ്ദേഹത്തിന് അസുഖമാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കോച്ചുമായിട്ട് രസത്തിലല്ലായിരുന്നു എന്നുള്ളതൊക്കെ പിന്നീട് നടന്ന കാര്യങ്ങൾ, പുറത്തേക്ക് വന്ന വിവരങ്ങൾ. ഒരു ബാത്റൂമിൻ്റെ ചുമരിൽ മരിയ സഗാലയുടെ ചിത്രമൊക്കെ റൊമാരിയോ വരച്ചു വെച്ചതൊക്കെ അന്നൊക്കെ വലിയ വാർത്തയൊക്കെ ആയി മാറിയിട്ടുണ്ടായിരുന്നു. ആ ഡ്രാമ, അതായത് പരിക്കേറ്റ താരത്തെ സ്റ്റാർ വാല്യൂ മാത്രം നോക്കി സ്ക്വാഡിലെടുത്ത് അവസാനം ഒഴിവാക്കപ്പെടേണ്ടി വരുന്ന ആ ഡ്രാമ രണ്ടാമത് ആവർത്തിക്കുമോ എന്നുള്ള ചോദ്യം വരുന്നുണ്ട്. ESPN ബ്രസീലൊക്കെ അത് ഓൾറെഡി അത് വാർത്തയാക്കി, സ്റ്റോറിയാക്കി ചെയ്ത് കഴിഞ്ഞു. നമ്മളിവിടുത്തെ പോലെയല്ല. ഇവിടെ കുറേ നമ്മൾ ബ്രസീൽ ഫാൻസ് അല്ലെങ്കിൽ അർജൻറ്റീന ഫാൻസ് എന്ന് പറയുന്ന പോലെയല്ല. അവർക്ക് അവരുടെ രാജ്യമാണ്. ബ്രസീൽ പോലുള്ളൊരു രാജ്യത്ത് ഫുട്ബോൾ ഒരു വികാരമാണ്. ഫുട്ബോൾ ശ്വസിക്കുന്നവരാണ് ബ്രസീലുകാർ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അധികമാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതെല്ലാം വളരെ സ്ക്രൂട്ടനൈസ് ചെയ്തെടുക്കും. അവർക്കൊരു താരത്തേക്കാൾ കൂടുതൽ വലുത് അവരുടെ ദേശീയ ടീമാണ്. നമുക്കിവിടെ അങ്ങനെയല്ല പലപ്പോഴും പറയുക. താരത്തിനാണ് വലുത്. ആ താരം ഉള്ളത് കൊണ്ടാണ് ബ്രസീലുള്ളതെന്നൊക്കെ നമ്മൾ പറയും. അല്ലെങ്കിൽ ആ താരം ഉള്ളത് കൊണ്ടാണ് അർജൻറ്റീന ഉള്ളത്, ആ താരം ഉള്ളത് കൊണ്ടാണ് പോർച്ചുഗൽ ഉള്ളതെന്നൊക്കെ പറയും. അങ്ങനെയല്ല ഈ നാട്ടുകാർക്ക്. അവർക്ക് അവരുടെ ദേശീയ ടീമാണ് വലുത്. അതുകൊണ്ടാണ് ഇന്നലെ ബ്രസീലിൽ ഈ സാൻഡോസ് ചെയ്ത് ബ്രസീൽ ടീമിൻ്റെ പ്രിപ്പറേഷൻ, വേൾഡ് കപ്പിനുള്ള പ്രിപ്പറേഷൻ അവതാളത്തിലാക്കി എന്ന തരത്തിൽ ചർച്ച പോകാനുണ്ടായ കാരണം. ഏതായാലും ഇവിടെ ബ്രസീൽ ടീമിൽ നിന്ന് എന്തായാലും ഇപ്പോൾ നെയ്മറെ ഒഴിവാക്കാനൊന്നും പോകുന്നില്ല. ഇപ്പോൾ ജാവോ പെഡ്രോയെ പോലുള്ളവർ വെക്കേഷനൊക്കെ കട്ട് ചെയ്ത് അവരുടെ ട്രെയിനിങ് തുടരുകയാണ്. ഇൻ ഷേപ്പ് തന്നെ നിൽക്കണം, എപ്പോൾ വേണമെങ്കിലും ബ്രസീൽ ടീമിലേക്ക് വിളി വരുമെന്ന് പറഞ്ഞിട്ട് നിൽപ്പാണെന്നുള്ള വാർത്ത നമ്മൾ കണ്ടല്ലോ. അതൊക്കെ അവിടെ നിൽക്കും. പക്ഷേ നെയ്മർ സ്ക്വാഡിലുണ്ടാവും. നെയ്മർ ഈ സ്ക്വാഡിനോടൊപ്പം USA വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി പറക്കും. ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കില്ലെങ്കിലും അദ്ദേഹത്തിന് ഒരു പക്ഷേ വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ 2ാം മത്സരം മുതൽ കളിക്കാൻ കഴിഞ്ഞേക്കും. അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ നല്ല രൂപത്തിൽ ഇപ്പോഴത്തെ ഈ പരിക്കിൽ നിന്ന് റിക്കവറായി വരിക എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹത്തിന് റിക്കവർ ആകാൻ പറ്റിയ ഏറ്റവും നല്ല സാഹചര്യമാണ് ബ്രസീൽ ടീമിലുള്ളത്. പ്രത്യേകിച്ച് റോഡ്രിഗോ ലാസ്മറുടെ സാന്നിധ്യം അദ്ദേഹത്തിന് വലിയ രൂപത്തിൽ ആശ്വാസമാവും, സപ്പോർട്ടാവും. അങ്ങനെ നെയ്മർ ഫിറ്റായി ഒരു പക്ഷേ ഹെയ്ത്തിക്കെതിരെയുള്ള മത്സരം മുതൽ കളിച്ചേക്കും. ഈവൻ അത് കളിച്ചില്ലെങ്കിൽ അതിനുശേഷം വരുന്ന മത്സരമോ നോക്കൗട്ട് സ്റ്റേജിലോ ഒക്കെ നെയ്മർ ഫിറ്റായി വന്നേക്കും. അപ്പം അതുകൊണ്ട് വീണ്ടും നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, ജൂൺ 12 നിർണായകം. അന്ന് നെയ്മർ നല്ല രൂപത്തിൽ പ്രോഗ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേൾഡ് കപ്പിന് നെയ്മർ ഉണ്ടാകും. അതിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. കൂടുതൽ ചർച്ചകളും ഫുട്ബോൾ വിശകലനങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ചാനലിൽ വീണ്ടും കാണാം.